വഴിപ്പെട്ടുകൊണ്ടും അവന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ടുമല്ലാതെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാവുകയില്ലെന്ന് മുസ്ലിം സമൂഹത്തിന് ബോധ്യമുണ്ടാവുകയും രക്ഷയുടെ ഈ മാർഗം മാനവ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം മതവിഷയങ്ങളിലും രാഷ്ട്രീയ വിഷയങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലുമൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഖുർആനികമായ ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളും നിരൂപണങ്ങളും വിമർശനങ്ങളും നിലപാടുകളും ഉണ്ടല്ലോ, അതാരെങ്കിലും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതുകൊണ്ടോ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവനെ കാടടച്ചു വെടിവെക്കുന്നു എന്നതുകൊണ്ടോ ഒരിക്കലും തന്നെ കെടുത്തിക്കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ അല്ലാഹുവിന്റെ വെളിച്ചത്തെ അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നുവെന്ന്. പക്ഷേ അല്ലാഹു അവന്റെ വെളിച്ചത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവനിഷേധികളും ബഹുദൈവ വിശ്വാസികളും എത്ര തന്നെ അതിനെ വെറുത്താലും ശരി എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഒരു താക്കീതുണ്ട്. അപ്പൊ ഖുർആനിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആത്മാർത്ഥമായി ബോധ്യമുള്ള തെറ്റായ ഒരു കാര്യവും ആ അർത്ഥത്തിൽ സ്വന്തം നിലക്ക് ചെയ്യുന്നില്ലെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവനേൽപ്പിച്ച പണിയാണ് ഈ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് എന്ന്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പണി പോലെ അവർ രണ്ട് ദൗത്യം നിർവഹിച്ചതായി നിങ്ങൾക്ക് കാണാം. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള കാര്യം ജനങ്ങളോടുള്ള പൊതുവായ ഒരു ഉത്ബോധനമാണത്. ആ രണ്ടാമത്തെ ഒരു വശം, അവരവർ ജീവിക്കുന്ന നാട്ടിലെ പ്രതിസന്ധികളോട് അവർ നേർക്കുനേരെ ഏറ്റുമുട്ടി. അത് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ, ഹൂദ് സാലിഹ് പോലെയുള്ള അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെയുള്ള പ്രവാചകന്മാർ ആ നാട്ടിലെ ധൂർത്തന്മാരും പങ്കച്ചക്കാരും അഹങ്കാരികളും തമ്മാടികളും താന്തോന്നികളുമായ ആളുകൾക്ക് നേരെ വിരലുയർത്തി. ഓരോ പ്രവാചകന്റെയും ദൗത്യം വ്യത്യസ്തം. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം ഒന്നും. ഇത് നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ മൗലികമായ ചില അടിസ്ഥാനങ്ങൾ. രണ്ടാമത്തത്, ഓരോ പ്രവാചകനും ഏറ്റെടുത്ത പ്രാദേശികമായ പ്രശ്നങ്ങളും സംഭവങ്ങളും. ഇതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യവും. ഒന്ന്, എല്ലാവരോടും ഒരുപോലെ ഞങ്ങൾക്കുള്ള പൊതുവായ പ്രബോധനമാണ്. രണ്ടാമത്തത്, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളും അതിനെതിരിലുള്ള നിലപാടുകളുമാണ്. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിലെ പ്രവാചക പ്രബോധനത്തെ പറ്റി പഠിച്ചാൽ, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ആ വഴിയാണ് ഞങ്ങളുടേത് എന്നതുകൊണ്ട്, അതിൽ നിന്നാണ് ഞങ്ങൾ ഊർജം സ്വീകരിക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെ ഓലപ്പാമ്പുകൾ കണ്ടാൽ തളരുന്നതോ തകരുന്നതോ ആയ ഒന്നല്ല ആദർശ വിപ്ലവ പ്രസ്ഥാനം എന്ന അതിന്റെ ആ ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്ഥൈര്യത്തിന്റെ മുമ്പിൽ നമ്രൂദിന്റെ അഗ്നികുണ്ഡങ്ങൾ അണഞ്ഞുപോയതും, മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിപ്ലവാവേശത്തിന്റെ മുമ്പിൽ ചെങ്കടലിന്റെ മഹാപ്രവാഹം, അണമുറിയാത്ത മഹാപ്രവാഹം നിലച്ചുപോയതും, ഇബ്രാഹിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനികമായ ആവേശത്തിന്റെ മുമ്പിൽ കിസ്റ കൈസർ കോട്ടകൾ കിടുകിടാ വിറകൊണ്ടതും നിങ്ങൾ കണ്ടുവെങ്കിൽ ഈ ചരിത്രം ഇനിയും ആവർത്തിക്കും. ഈ വിപ്ലവ സംഘം മുന്നോട്ട് പോകും. അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിന്റെ നിർമ്മിതിയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം ആരെതിർത്താലും സമാധാനപരമായ അതിന്റെ വഴിയിലൂടെ, ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ജനങ്ങളിൽ ഞങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിലും പൊറുതിമുട്ടിയ ജനം ഒരു നാൾ ഇതിനെ നെഞ്ചിലേറ്റും. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് അള്ളാഹുവിന്റെ വചനം ഉയരുന്നതിൽ എന്റെയും പങ്കുണ്ടായിരുന്നു എന്ന് സമാധാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ കൂടാതെ, നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ നിങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ പ്രബോധക സംഘം മുന്നോട്ട് പോകുമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാവിധത്തിലുള്ള ബലാല് മുസീബത്തുകളെയും സർവശക്തനായ നാഥൻ തട്ടി മാറ്റി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മുൻഗാമികളെയും എല്ലാ മുൻഗാമികളോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.